ശേ, മൊത്തം കുളമായാലോ, ആകെ പ്രശ്നമായി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? എങ്ങനെ ആൾക്കാർ മുഖത്ത് നോക്കും? പുറത്തേക്ക് എങ്ങനെ ഇറങ്ങും? ഇനി ആകെപ്പാടെ ഒരു വഴിയുള്ളൂ, പോയി വല്ല ചാകുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മച്ചാന്മാരെ, അപ്പോൾ ഇങ്ങനെയുള്ള സീനൊന്നും ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഹായ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കാണും അല്ലേ? ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഫേസ്ബുക്കിൽ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു ചതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. കാരണം ഒരാൾ പോലും ഇവരെ കുഴിച്ചത് ചാടരുത്. ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന് നമ്മളെ നശിപ്പിച്ച് കളയുമാർ. കാരണം നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും, ഈ വീഡിയോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും, അങ്ങനെയുള്ള കുറേ പരിപാടികൾ കാണിച്ച് നമ്മളെ നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാളും ഇവന്മാരെ കുഴിച്ചതിന് ചാടരുത്. അതായത് ഇവന്മാർക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ പറ്റിക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു കോൾ വരുന്നു, ആദ്യമേ നമ്മളോട് ചാറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് കോൾ ചെയ്യും, ഒന്നല്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്ത ഉടനെ തന്നെ കാണിക്കുന്നത് ന്യൂഡ് വീഡിയോ ആയിരിക്കും. അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത് അപ്പം തന്നെ നമുക്ക് അയച്ചു തന്നിട്ട് പറയും നിങ്ങളുടെ ഈ ചാറ്റ് നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ചോദിക്കുന്ന പൈസ എന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യില്ല എന്നും പറഞ്ഞ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരാളും ഇതിനകത്ത് പോയി ചാടാൻ നിൽക്കരുത്. ഞാനിപ്പോൾ ഇവരുമായിട്ടുള്ള ചാറ്റ് ഫസ്റ്റ് തുടങ്ങി തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അറിയാൻ പാടാത്ത പയ്യന്മാർ പോയി കുഴിയിൽ ചെന്ന് ചാടും, പിന്നെ അത് ഭയങ്കര വിഷയവും. ചിലപ്പോൾ നമ്മുടെ ഫാമിലിപ്പെട്ടവരുണ്ടാവും, നമുക്കറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കും ഈ അബദ്ധം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ ഏതായാലും വീഡിയോ കാണിച്ചു തരാം. ആ ചാറ്റ് ഇവന്മാരെങ്ങനെയാണ് ഇവന്മാരെ ചാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ള ഞാൻ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ കാണാം. അതായത് 2 ദിവസം മുമ്പാണ് എനിക്ക് റിക്വസ്റ്റ് വരുന്നത്. എന്താണ്, ദീപിക ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫൈലിൽ നിന്ന് റിക്വസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ ആ പ്രൊഫൈൽ അപ്പോൾ തന്നെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിന് മനസ്സിലായത് ഫേക്ക് ആണെന്നുള്ളത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അതിനകത്ത് ഫ്രണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ ആ ഭാഗത്തോട്ടൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് വേറൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഇത് വന്നു, എന്നാൽ റിയ സിംഗ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതും ഞാൻ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതും ഫേക്കാണ്. അപ്പോൾ അതിനകത്ത് ഫ്രണ്ട് ലിസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് എൻ്റെ വേറൊരു ഫ്രണ്ട് ലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഇങ്ങനെ ഒരു പ്രൊഫൈലിൽ നിന്ന് റിക്വസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവണമല്ലോ എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയപ്പോഴത്തേക്കും ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കാതെ വെച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ തിരിച്ച് ഹായ് കൊടുത്ത്. അപ്പോൾ എങ്ങനെയാണ് ചാറ്റ് പോകുന്നതെന്നറിയാമല്ലോ എന്നുള്ള രീതിക്ക് ഹായ് കൊടുത്തപ്പോഴത്തേക്കും പിന്നീട് അവർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ സംഗതി നമ്മളെ ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്ത് സ്ക്രീൻ റെക്കോർഡർ അപ്പോൾ തന്നെ ഓൺ ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് സ്ക്രീൻ റെക്കോർഡർ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ആദ്യമേ ഒന്നും അതിൻ്റെ സൗണ്ടൊന്നും കിട്ടിയില്ല. സൗണ്ട് ഇല്ലാതെ വീഡിയോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ ചാറ്റിൻ്റെ. പിന്നെ അടുത്ത ചാറ്റിൻ്റെ എനിക്ക് സൗണ്ട് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഈ ചാറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇതെങ്ങനെയാണ് ഇവർ ഈ ചാറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കോ കേട്ടോ. ചിലപ്പോൾ അറിയാൻ പാടാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് പെട്ടുപോകും. ചാടിക്കയറി അതിനകത്ത് ഇവർ പറയുന്ന പോലെ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇവർ പറയുന്ന പോലെ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണിയായി പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒരു പാഠമാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ ഇവർ പറയുന്ന പോലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ആൾ കുറേ നേരമായിട്ട് റിപ്ലൈ ഒന്നുമില്ല. ഞാനങ്ങോട്ട് നൈസായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീമി വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രൊഫൈലുണ്ട്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒന്ന് നമ്പർ കൊടുത്ത് നോക്കാം, ഇവരെ പരിപാടി എന്താണെന്ന് അറിയാമല്ലോ.
ഞാൻ റിസ്ക്കാണ് എടുക്കണമെന്ന് എനിക്കറിയാം. എന്നാലും മറ്റുള്ളവർക്ക് ആരെങ്കിലും ഇനി വലയിൽ പെട്ടാലോ അവർക്കൊരു ഗുണമാവില്ല. നമ്മളത് ഇങ്ങനെ ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ മറ്റേ ഐ ഡിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ആടാ എവിടെയോ ആരും ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് തന്നെ ബയോ എന്തിനാണാവോ. കീമിക് വാട്സാപ്പ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. (8921255730) നമ്പർ കൊടുക്കാം. ഓക്കെ, ഈ സാധനം എന്താ ചെയ്യാൻ പോകണം നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത മെസ്സേജ് എന്താ തന്നെ നോക്കാം. നമ്മുടെ ഫുൾ ഡീറ്റെയിൽ നമ്മളോട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ബയോ ചോദിക്കേണ്ട. അനക്കമൊന്നുമില്ല. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ പ്രൊഫൈലിലെല്ലാം അനക്കൊണ്ടാന്ന് പറയട്ടോ. ദീപിക സിംഗ്, ഭയങ്കരമായ പേരൊക്കെ ഉണ്ട് ഇവരിട്ട് വെച്ചാണ്. ദീപിക സിംഗ്. ഇത് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആൾ അനങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് വാട്സാപ്പിലേക്ക് വേറെ മെസ്സേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി എന്താ പരിപാടി എന്നറിയാൻ പറ്റില്ല. ഇനി നമ്മുടെ നമ്പറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ നമ്മുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമുക്കിട്ട് ശ്രമം വാട്സാപ്പ് എന്താണോ അപ്പുറത്ത് മെസ്സേജ് വന്നിട്ടുണ്ട് മറ്റേ പ്രൊഫൈലിൽ. വാട്സാപ്പിൽ വരാം. നമുക്ക് വാട്സാപ്പിൽ ഒന്ന് പോയി നോക്കിയാലോ. ഒരു കാര്യം ചെയ്യാം, ഇരുട്ടത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാം. നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ. കമ്മിങ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കാം. കൊടുക്കണതിന് മുമ്പ് വാട്സാപ്പിൽ വന്നിട്ട് അവളല്ല അവൻ, നമുക്കിട്ട് പണി തരാൻ നോക്കുന്ന അവൻ. ഒരു ഹൈറ്റ് കൊടുക്കാം. നോക്കാമല്ലോ. ഹായ് കൊടുത്തിട്ടുണ്ട്. കണ്ട മെസ്സേജ് വന്നേക്ക് നോക്കി. ഗോ ടു ബാത്റൂം. റെക്കോർഡാണല്ലോ അല്ലേ? വന്നിട്ട് യെസ്. എന്താണ് ഉദ്ദേശം എന്നറിയാം. നമ്മൾ ഗോ ടു ബാത്റൂം എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പോയിട്ട് ലൈറ്റിൻ്റെ നേരെ അടിക്ക് നിൽക്കാം. അപ്പോൾ നമ്മളെ കാണില്ല അവർ. ഞാനിപ്പോൾ പുറത്താണ് ഉള്ളത്. ഞാൻ നേരെ ബാത്റൂമിനകത്തോട്ട് പോട്ടെ. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമല്ലോ. എന്താ പരിപാടി എന്നറിയാം. ഓക്കെ, വെയിറ്റ്. വന്നട മോനെ, വന്നി ബാത്റൂമിലെ നമ്മൾ ശരിയാക്കാം. സെക്കൻഡ് ടൈപ്പ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണോന്ന് അറിയില്ല. ടൈപ്പിലുണ്ട്. കോൾ നോക്കാം. കോളിയടാ നോക്കാം. അനക്കൊന്നുമില്ല വെച്ചിട്ട് പോയി നോക്കാം. ഐ എം വെയിറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഐ എം വെയിറ്റിംഗ്. യെസ്, ഐ എം വെയിറ്റിംഗ്. യെസ്, ഓൺലൈനിലൊന്നുണ്ടേ നോക്കാം. എല്ലാം കട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിപ്പോൾ അങ്ങോട്ട് വിളിച്ച് നോക്കാം. ഓക്കെ, യെസ്, യെസ്.
ഗോ ടു ബാത്റൂം പിന്നെ ഐ എം ബാത്റൂം No. Yes. Okay. ഈ വീഡിയോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ നേരിട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാത്തത്. അതേപോലത്തെ വീഡിയോ ആണ് അവർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഒരു മെസ്സേജ് ഇപ്പോൾ തന്നെ എടുക്കാം കേട്ടോ. എടുത്ത് നോക്കാം. വീഡിയോ നൈസായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അത് എനിക്ക് തോന്നണേ ഏതോ വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കിങ്ങനെ ഓരോ വീഡിയോയുടെ ക്ലിപ്പ് അയച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ എങ്ങനെ ഇത് ഫേസിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഫേസ് കാണിച്ചാൽ അതോടുകൂടി തീർന്ന പരിപാടി. മനസ്സിലായില്ലേ? അതോടുകൂടി എന്നെ ട്രാപ്പിലാക്കും മാറി. പിന്നെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാം, കുറേ പൈസ വാങ്ങിക്കാം. വീണ്ടും കണ്ട വീട്ടിൽ വിട്ട് വന്ന് ഇനിയും വരും കേട്ടോ. ഇനി കയറാക്കും. പിന്നെ എന്തായി കാണാം, ആളെ പറ്റിക്കാമെന്ന് മനസ്സിലായി കാണും. ലാസ്റ്റ് കോൾ മീ. ഓക്കെ കണ്ടാ, ഓക്കെ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പണി തരാനുള്ള നോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കാവേ. അപ്പോൾ എന്താ പറയാൻ വേണം നോക്കാം നമുക്ക്. ആൾ ബൈ പറഞ്ഞു പോയിട്ട് ആൾക്കും മനസ്സിലായി നമ്മുടെ അടുത്ത് പരിപാടി നടക്കില്ലെന്നേ. അപ്പോൾ അത് കാരണം ആൾ ബൈ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വന്നല്ല. യു ഡു നോട്ട് ഹാവ് സെക്സ് കണ്ട സംഗതി മനസ്സിലായി. ഉമ്മാരുടെ പ്ലാനിങ് മനസ്സിലായി. ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് തന്നെ വേണമെങ്കിൽ ട്രാപ്പിലാക്കണമെങ്കിൽ ആക്കാം. കാരണം എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ ഈ ഓഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ ആ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോഫ്റ്റ്വെയർ വെച്ച് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ ഫേസ് വീഡിയോ കോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കില്ലേ. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ട്രാപ്പാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഏതായാലും ഇത്രയും മതി. ഇപ്പോൾ മനസ്സിലായില്ലേ ഇവന്മാരുടെ പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഏതായാലും ക്ലോസ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ തന്നെ വീഡിയോ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അതായത് ഇവന്മാരെ ചാറ്റിങ് കാര്യങ്ങളൊക്കെ പോകുന്ന രീതിയാണ്. മെസ്സഞ്ചറിൽ നിന്ന് നേരെ നമ്പർ വാങ്ങിച്ചിട്ട് നേരെ വാട്സാപ്പിലേക്ക് പോയി. ഇപ്പോൾ അറിയാൻ പാടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെടും അതിനകത്ത്. ഇവന്മാരെ ഫേസ് അവന്മാർക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. ആ വീഡിയോ എടുത്ത് നേരെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ എവിടെയെങ്കിലും ആദ്യം നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു തരും. അവന്മാർ വാട്സാപ്പിൽ തന്നെ ഇത് അയച്ചു തന്നിട്ട് നമ്മളുടെ അടുത്ത് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇത്ര എമൗണ്ട് വേണമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യും. അപ്പോൾ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നമ്മുടെ വാളിൽ തന്നെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിഷയം ഉണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെയായാലും അറിയാൻ പാടില്ലാത്തവർ ചിലപ്പോൾ പൈസയൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കി തീർക്കാനൊക്കെ നോക്കും. അപ്പോൾ അതാണ് ഇവന്മാരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പെടും. അപ്പോൾ അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻബോക്സിൽ എവിടെയെങ്കിലും ഞാൻ ഇട്ടേക്കാം. നമ്മുടെ പോലീസുകാർക്ക് ഇവന്മാരൊക്കെ പിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇവന്മാർ ഇത്ര ഫ്രീ ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് കേസ് ഒരുപാട് നടത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിടിക്കട്ടെ, കുഴപ്പമില്ല, നല്ല കാര്യമായിരിക്കും. ഇവന്മാരെയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ നാടിന് വളരെയധികം ദോഷം ചെയ്യും. ഇപ്പോൾ
നമ്മുടെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടായിരിക്കും ആർക്കും ഈ ഒരു പ്രശ്നം വരാതിരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.